നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ ഭിന്നിപ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില ഹദീസ്. ആ ഹദീസുകളിൽ 72 നരകത്തിൽ, 1 മാത്രം സ്വർഗത്തിൽ, 73 വിഭാഗങ്ങളായിട്ട് മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസു ഇഫ്തിറാഖിൽ ഉമ്മ എന്ന് പറയുന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മുസ്ലിങ്ങൾ ഭിന്നിക്കും, അവർക്കിടയിൽ ഖിലാഫുകൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞിട്ടുള്ള ഹദീസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ 72 നമ്മൾ 1, 2, 3, 4 ആ അർത്ഥത്തിൽ എണ്ണുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ എണ്ണി പറഞ്ഞിട്ടല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഈ 72 അതായത് ബിദ്അത്തിന്റെ കക്ഷികളിൽ 72 അതിന്റെ അസ്ലുകൾ 4 അതിനെക്കുറിച്ച് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് റുഊസുൽ ബിദ്അഇ, ബിദ്അത്തിന്റെ തലകൾ, അത് 4 ഇതിന്റെ ചില വിശദീകരണങ്ങളിൽ ചില ആളുകൾ 5 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലു ഇസ്നൈനി വസബഈൻ സബഈന ഹവൻ അർബഅത്തു അഹ്വായിൻ. ഈ 72 ഹവകളുടെ അസ്ല് 4 ഹവകളാണ്. മൊത്തത്തിൽ 72 അതിന്റെ അസ്ല് 4. ഫമിൻ ഹാദിഹിൽ അർബഅത്തി അഹ്വാ തശഅബ ഇസ്നാനി വസബഊന ഹവൻ. ഈ 4 നിന്നാണ് പിന്നീടുള്ള 72 ഹവകൾ ഉണ്ടായത്. ഹവകൾ എന്നുള്ളത് വിദേഹത്തിന്റെ ആളുകൾക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അഹ്ലുൽ അഹ്വ എന്നുള്ളത് പ്രയോഗിക്കും, അഹ്ലുൽ ഹവ എന്നുള്ളത് പ്രയോഗിക്കും, അഹ്ലുൽ ബിദ്അ എന്നുള്ളത് പ്രയോഗിക്കും. ഈ 4 ഇതാണ് അസ്ല്. ഈ 4 നിന്നാണ് പിന്നീട് 72 ഉണ്ടാകുന്നത്. ആ 4 ഏതൊക്കെയാണ്? 1 അൽ ഖദരിയ, 2 അൽ മുർജിയ, 3 അശ്ശിയ, 4 അൽ ഖവാരിജ്. ഇതാണ് ബിദ്അത്തിന്റെ അസ്ലുകൾ, ഈ 4. അപ്പൊ ഇനി എത്ര പാർട്ടികൾ ഉണ്ടെങ്കിലും, ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ ചിലപ്പോ ഒരുപാടുണ്ട്. കേരളത്തിൽ ചിലപ്പോൾ മുഅ്തസിലത്തിനെ എടുക്കുക, അല്ലെങ്കിൽ ഖവാരിജ്, അതല്ലെങ്കിൽ ജഹ്മികൾ, അല്ലെങ്കിൽ മുർജിയത്ത്, അല്ലെങ്കിൽ ഷിയത്ത്. എത്ര വിഭാഗങ്ങളാണ്? അപ്പൊ 1, 2, 3, 4, 5 ആ അർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അസ്ല് 4. ഈ 4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളതിന്, ഏത് ഇനി ഉണ്ടാകാൻ പോണതും ഇനി ഉണ്ടാകും, ഇതിനൊക്കെ ഈ 4 നമുക്ക് ചേർക്കാൻ പറ്റും. അപ്പൊ ഇവരാണ് ഇതിന്റെ തലകൾ, ഈ വിദേഹത്തിന്റെ തലകൾ 4. പിന്നീട് അവരങ്ങനെ ഭിന്നിച്ചിട്ട് പോയി. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഈ ബിദ്അത്തിന്റെ പാർട്ടികളുടെ പിന്നെ ഉത്ഭവം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ വെച്ചാല്, അല്ലെങ്കിൽ അവരുടെ അസ്ല് അഖലാണ്. അവര് അഹ്ലു സുന്നത്തിൽ നിന്ന് വേറിട്ട് പോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അത് ഈ പറഞ്ഞിട്ടുള്ള 4 ആണെങ്കിലും, ഇപ്പൊ ആ 4 പറഞ്ഞത് 1 ഖദരിയ, അവരൊരുപാട് വിഭാഗങ്ങളുണ്ട്. മുർജിയത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഷിയത്ത് അറിയാലോ, ഖവാരിജ്, ഇവരൊക്കെ അവാന്തര വിഭാഗങ്ങളുണ്ട്, ശാഖകളുണ്ട്, ഉപശാഖകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇവരുടെ അസ്ല് നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഭിന്നിപ്പിന്റെ പല കാരണങ്ങളുണ്ട്, ഇവര് ഭിന്നിച്ചു പോകാനുള്ള പല കാരണങ്ങളുണ്ട്. ആ അസ്ബാബുകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഹവയാണ്, അതെങ്കിൽ അവര് അഖലിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇതിന്റെ അടിത്തറതാണ് ഏത്? ഹവ. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഇപ്പോ സൃഷ്ടികളിലുണ്ടായ ഒന്നാമത്തെ ഭിന്നിപ്പ്, ഒന്നാമത്തെ പ്രശ്നം അത് ആരുടേതാണ്? ഇബ്ലീസിന്റേതാണ്. അതിനെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, പ്രമാണങ്ങൾക്കെതിരെ ആദ്യം ബുദ്ധി കൊണ്ടുവന്നത് ഇബ്ലീസാണ്. അപ്പൊ പിന്നെ അതേ മനഹജാണ് ആർക്കുള്ളത്? വിദേഹത്തിന്റെ ആളുകൾക്കുള്ളത്. കാരണം അത് അഹ്ലു സുന്നത്തിന്റെ മാർഗ്ഗമാകാൻ പാടില്ലല്ലോ. ഇവിടെ 4 വിദേഹത്തിന്റെ 4 തലകളെ കുറിച്ച് പറഞ്ഞു. ചില ആൾക്കാർ 5 എന്ന് പറഞ്ഞത് മുർജിയത്തിന് കൂടെ, ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ ജഹ്മിയത്തിന് കൂടി എണ്ണിയിട്ടുണ്ട്. നമുക്ക് ആ വിഷയം വേറെ പഠിക്കാം, മനസ്സിലാണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം ഇബ്ലീസാണ്. അതെന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു, സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മലക്കുകൾ സുജൂദ് ചെയ്തു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അവൻ ധിക്കരിച്ചു. അതിനെ അള്ളാഹു ചോദ്യം ചെയ്തു. അള്ളാഹു ചോദിച്ചു, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. അങ്ങനെ തന്നെ, ഞാൻ നിന്നോട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ നിന്നെ തടഞ്ഞത് എന്താണ്? നിനക്ക് എന്താണ് തടസ്സമുണ്ടായത്? എന്താണ് നിന്നെ തടഞ്ഞത്? ഖാല, ഇബ്ലീസിന്റെ മറുപടി, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ്. കാരണം ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ആറാഫിൽ ആയത്ത് ഇത് പറയും, ഖുർആന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട്. കാരണം നീ അവനെ, ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, എന്നെ നീ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. അവിടെ ഇബ്ലീസ് മനസ്സിലാക്കി, ഇബ്ലീസ് അവിടെ ഒരു ഖിയാസ് കൊണ്ടുവന്നു. ഇബ്ലീസ് അവിടെ ഖിയാസ് കൊണ്ട് അവന്റെ അഖല് കൊണ്ടുവന്നു. എന്ത്? മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനേക്കാൾ തീ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഞാനാണ് ശ്രേഷ്ഠൻ. പിന്നെ എന്തിന് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം? അവിടെ ഇബ്ലീസ് ചെയ്യേണ്ടിയിരുന്നത് അള്ളാഹുവിന്റെ അംറ്, അതനുസരിക്കുക, സമയന വഅതഅന എന്നുള്ളതായിരുന്നു. അതിനു പകരം
അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ അഖ്ല് അവന്റെ റഅ്യ് കൊണ്ടുവന്ന ആര്? ഇബ്ലീസ്. അവിടെയാണ് വിഷയം. അവന്റെ അഖലാണ് എന്ത്? ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്. ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇബ്ലീസിന്റെ ഈ ഖിയാസ് പോലും പൊട്ടത്തരാണ്. എന്നിട്ട് ഇബ്നു കസീർ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ ഖിയാസ് ഉണ്ടല്ലോ, അഖ്ല്, ഇബ്ലീസിന്റെ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി അതായത് മണ്ണാണോ തീയാണോ കൂടുതൽ ശ്രേഷ്ഠമായത് എന്നുള്ള ചർച്ച ഈ തഫ്സീറിന്റെ വിശദീകരണത്തിൽ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇബ്നു കസീർ കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടും തീനേക്കാൾ ശ്രേഷ്ഠം മണ്ണ് തന്നെയാണ്. ഇബ്ലീസിന്റെ ഖിയാസ് പോലും അബദ്ധമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇതേപോലെ നമ്മൾ നടത്തുന്ന ഖിയാസുകൾ ഉണ്ടല്ലോ. അപ്പൊ നേരത്തെ ഹുദൈബിയ സന്ധിയെ കുറിച്ച് പറഞ്ഞതുപോലെ, ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ അനുഭവം പറഞ്ഞതുപോലെ, അവിടെ നമുക്കാണ് പ്രശ്നം, നമ്മുടെ ബുദ്ധിക്കാണ് പ്രശ്നം. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഹദീസുകളെ തള്ളാൻ പാടില്ല. അതിന്റെ പ്രശ്നം നമ്മുടെ ബുദ്ധിക്കാണ്, നമ്മുടെ ബുദ്ധിന്റെ പരിമിതിയാണ്. എന്നിട്ട് ഇബ്നു കസീർ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഗവിയുടെ തഫ്സീറിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. അദ്ദേഹം പറയണം, നോക്കിക്കോ, അവ്വലു മൻ ഖാസ ഇബ്ലീസ്, ആദ്യം ഖിയാസ് ചെയ്തത് ഇബ്ലീസാണ്. ഫഅഖ്ത അൽ ഖിയാസ, അവന്റെ ഖിയാസിൽ അവന് തെറ്റുപറ്റി. ഫമൻ ഖാസ ദീന ബിശൈഇൻ മിൻ റഹി, ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും സ്വന്തം റഅ്യ് കൊണ്ട് ഖിയാസാക്കാൻ വേണ്ടി വന്നാൽ കറനഹുല്ലാഹു മഅ ഇബ്ലീസ്, അവൻ ഇബ്ലീസിന്റെ കൂടെയാണ് അള്ളാഹു കണ്ടിട്ടുള്ളത്. അവൻ ആരുടെ കൂടെയാണ്? ഇബ്ലീസിന്റെ കൂടെയാണ്. അപ്പൊ ഈ ബിദ്അത്തിന്റെ കക്ഷികളുടെ അസ്ലി യഥാർത്ഥത്തിൽ ഇമാമ് യഥാർത്ഥത്തിൽ ആരാണ്? ഇബ്ലീസാണ്. കാരണം ഇബ്ലീസാണ് എന്ത് ചെയ്തത്? പ്രമാണത്തിനെതിരെ ആദ്യം ഖിയാസ് കൊണ്ടുവന്നത് ഇബ്ലീസാണെന്ന് അർത്ഥം. മനസ്സിലാണ്ടല്ലോ, ആദ്യം ഇത് കൊണ്ടുവന്നത് ഇബ്ലീസാണ്. മാത്രമല്ല ഇതിനെ വിശദീകരിച്ചിട്ട് ഷഹ്റസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ മിലൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്, നീ മനസ്സിലാക്കണം, നീ അറിയണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതൊരു 10 ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടൊന്നല്ല, സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി കൊടുത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് ഹദീസുകളെ നിഷേധിക്കുകയാണ്. ബുദ്ധിക്കെതിരായിട്ടുള്ള ഹദീസുകളെ നിഷേധിക്കാൻ, അതിനെ തള്ളുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്, അതിനെ കളിയാക്കുകയാണ്. അപ്പോൾ അതിന്റെ അസ്ലി നമ്മൾ മനസ്സിലാക്കണം. കാരണം നേരത്തെ നമ്മൾ മലക്കിന്റെ മൂസാ നബി അലൈഹി സ്വലാം മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്ക് പോലും എന്താണ്, അല്ല ആ ഹദീസ് ഇപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ, ആ ഹദീസ് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ, ആ ഹദീസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് തോന്നും. അപ്പൊ ഇതിന്റെ അസ്ല് ആരാണ്? ഇബ്ലീസാണ്. ആള് നേതാവ് ഇബ്ലീസാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഷഹ്റസ്ഥാനി പറയുന്നത്, നീ മനസ്സിലാക്കണം, അന്ന അവ്വല ശുബ്ഹത്തിൻ വഖഅത ഫിൽ ഖലീഖ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ടായ ഒന്നാമത്തെ ശുബ്ഹത്തു ഇബ്ലീസ് ലഅനഹുല്ലാഹ്. ഒന്നാമത്തെ ശുബ്ഹത്ത് ആരുടേതാണ്? ആദ്യം ശുബ്ഹത്ത് ഉണ്ടാക്കിയത് അത് അള്ളാഹ് ശപിച്ചിട്ടുള്ള ഇബ്ലീസിന്റെ ശുബ്ഹത്താണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വമസ്തറുഹ, ആ ശുബ്ഹത്തിന്റെ കാരണം മസ്തർ, അതിന്റെ കാരണം എന്താണ്? ഇസ്തിബ്ദാദുഹു ബിർറഈ ഫി മുഖാബലത്തിൻ നസ്. ഇതാണ് വിഷയം. നസ്സിനെതിരായിക്കൊണ്ട് ഇബ്ലീസ് ബുദ്ധി കൊണ്ടുവന്നു. കണ്ടോ, ഉലമാക്കൾ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ്ടോ. ഫി മുഖാബലത്തിൻ നസ്, നസ്സിനെതിരായിക്കൊണ്ട്. അവിടെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, ആദമിന് സുജൂദ് ചെയ്യണം. അവിടെ അത് അനുസരിക്കുന്നതിന് പകരം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് പകരം അതിനെതിരായിക്കൊണ്ട് ഇബ്ലീസ് റഅ്യ് കൊണ്ടു. വഖ്തിയാറുൽ ഹവാ ഫി മുആറദത്തിൽ അംരി, അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് അവന്റെ ഹവ തെരഞ്ഞെടുത്തു. കാരണം ഞാനാണ് ഉത്തമൻ, ഞാനാണ് ശ്രേഷ്ഠൻ, പിന്നെ ഞാൻ എന്തിന് ആദമിന് സുജൂദ് ചെയ്യണം? പിന്നെ വേറെ ചില കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ ഇബ്ലീസാണ് ഇതിന്റെ അസ്ൽ എന്നുള്ളത്, ഇതിന്റെ റഈസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ബിദ്അത്തിന്റെ കക്ഷികളുടെ അസ്ൽ യഥാർത്ഥത്തിൽ ഇതാണ്. എന്ത്? ഹവ, അഖ്ല്. പ്രമാണങ്ങൾ വന്നാൽ സമീഅന വ അതഅന എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യും? അവരവരുടെ ബുദ്ധി കൊണ്ടുവരും, അവരുടെ റഅ്യ് കൊണ്ടുവരും. അല്ലെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയും, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം അതിനെതിരാണെന്നുള്ളത് പറയും, അതല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിന് അതിനെതിരാണെന്ന് പറയും, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് പറയും. അത് അജവാക്കാരക്കയുടെ വിഷയത്തിലാണെങ്കിലും അല്ലാത്ത ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ അത് നമ്മളിന്ന് പബ്ലിക്കിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മുർജിയത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് അഹ്ലുസുന്നത്തിൽ നിന്ന് മുർജിയത്ത് വിട്ടുപോയി, അവർ വിഘടിച്ചു പോയി, അവർക്ക് വ്യതിയാനം സംഭവിക്കാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖദ് അദലത്തിൽ മുർജിയ ഫി ഹാദൽ അസ്ലി. അദ്ദേഹം നമ്മുടെ അസ്ലി വിശദീകരിച്ചു. അഹ്ലുസുന്നത്തിന്റെ അസ്ലി സമീഅന വതഅന എന്നുള്ളതാണ്. ഈ അസ്ലിൽ നിന്നും മുർജിയത്ത് തെറ്റിപ്പോയി. അൻ ബയാനിൽ കിതാബി വസുന്നത്തി വഅഖ്വാലി സ്വഹാബ
വത്താബീൻ ലഹും ബിഇഹ്സാൻ. കണ്ട, ഇവിടെ ആരെ ഖുർആനും സുന്നത്തും മാത്രം പറഞ്ഞു നിർത്തിയിട്ടില്ല, സഹാബത്തിന്റെ അഖ്വാലുകൾ പറഞ്ഞു. ഇന്ന് ചില ആളുകൾ ചോദിക്കുന്നത് അതാണ്, ഖുർആനും സുന്നത്തും പോരെ, എന്തിനാണ് ഉലമാക്കളെ എന്നുള്ളതാ ചോദിക്കുന്നത്, എന്തിനാണ് ഉലമാക്കളുടെ കൗലുകൾ? ആ ചോദ്യത്തിന്റെ പിന്നിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കാരണം തോന്നിയതുപോലെ ഹദീസിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അവിടെ ഇബ്നു തൈമിയ്യ പറഞ്ഞു, മുർജിയത്തിന് സംഭവിച്ച അബദ്ധം അവരെന്താ ചെയ്തെന്നുള്ളത് പറയണം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അതേപോലെ വഖ്വാലു സ്വഹാബത്തി വത്താബി രണ്ടു കൂട്ടിട്ടുണ്ട്. സ്വഹാബത്തിന്റെ വിശദീകരണം. അപ്പൊ ഖുർആനും സുന്നത്തും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ പോരാ. ആ ഖുർആനും സുന്നത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബികൾ മനസ്സിലാക്കിയതുപോലെ. പിന്നീട് താബീങ്ങൾ അത് അവർ ചെയ്തില്ല. ആര്? മുർജിയാക്കൾ. പറയുന്നത് ഇവിടെ ഭിന്നിപ്പിന്റെ വ്യതിയാനത്തിന്റെ അടിത്തറ അതാണ്. ഏത്? അഖ്ല് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയുന്നത്? ആധുനിക മുഅ്തസിലികൾ. അവരെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട് അത് മുഅ്തസിലി വാദാണെന്നുള്ളത് പറയാറ്. അത് മുഅ്തസിലികളുടെ വാദാണെന്നുള്ളത്. അല്ലെങ്കിൽ ചില ആളുകളെ കുറിച്ച് ഇപ്പൊ IS കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഖവാരിജികളുടെ വാദാണെന്നുള്ളത് ഉലമാക്കൾ പറയാറുണ്ട്. കാരണം എന്താ? അവരൊക്കെ അടിത്തറ, അവരുടെയൊക്കെ അടിസ്ഥാനം അത് അഖ്ലാണ്, റഅയാണ്, ഹവയാണ്. അപ്പൊ എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയണം, അപ്പൊ അവരത് സ്വീകരിച്ചില്ല. എന്നിട്ട് വഅതമദു അലാ റഅീഹിം. കണ്ടോ, അതാണ് വിഷയം. അവർ അവരുടെ റഅീനെ അവലംബിച്ചു. ആര്? മുർജിയത്ത്. അവർ തെറ്റിപ്പോകാനുള്ള കാരണത്തെ കുറിച്ച് ഇബ്നു തൈമിയ്യ വിശദീകരിക്കാൻ അവർ അവരുടെ റഅീനെയാണ് അവലംബമാക്കിയത്. മനസ്സിലാണ്ടോ? വഅലാമാ തഅവ്വലുഹു ബിഫഹ്മിഹിം അല്ലുഗ. അതേപോലെ തന്നെ അവരതിനെ വ്യാഖ്യാനിച്ചത് ലുഗത്തിനനുസരിച്ചാണ്. ഭാഷാപരമായിട്ട് അവരതിനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു. ലുഗവിയായിട്ടുള്ള അതെന്താന്നുള്ളത് നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. അതിന്റെ തെളിവ് എന്താണ്? ഖുർആനിലെ ആയത്ത്, ഹദീസിൽ വന്നിട്ടുണ്ട്, ആയത്ത് വന്നിട്ടുണ്ട്. ഏത്? ഖാത്തമുൻ നബിയ്യീൻ. ഖാദിയാനികൾക്കുള്ള തെളിവ് എന്താ അറിയോ? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താ? ഖാദിയാനികൾക്ക് ഈ ആയത്താണ്. അഹ്ലു സുന്നത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ് എന്നുള്ളതിന് തെളിവ് പിടിക്കുന്ന അതേ ആയത്താണ് ഖാദിയാനികൾക്കുള്ള തെളിവ്. കാരണം ഖാത്തം അല്ലെങ്കിൽ ഖാത്തിം എന്നുള്ളതിന് ലുഗവിയായിട്ട് എന്താ അർത്ഥമുണ്ട്? ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമുണ്ട്. ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഖാത്തമുൻ നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അപ്പൊ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് മിർസ പ്രവാചകനാണ് എന്നുള്ളതിനെ നിഷേധിക്കുന്നില്ല. കാരണം ഖാത്തിം എന്നുള്ളതിന് എന്താർത്ഥമുണ്ട്? ഏറ്റവും ശ്രേഷ്ഠൻ എന്നുള്ള അർത്ഥമുണ്ട് ഭാഷാപരമായിട്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതാണെന്ത് മുർജിയത്തിന് സംഭവിച്ചത്. ഇതാണ് ഇന്നത്തെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഖാദിയാനികളാണെങ്കിലും ചേകന്നൂരികളാണെങ്കിലും അതല്ലാത്ത ആളുകളാണെങ്കിലും ഒക്കെ എന്താണ്? അവരുടെ അവലംബം ഈ റഅയാണ് അല്ലെങ്കിൽ അഖ്ലാണ്. മനസ്സിലാണ്ടോ? അപ്പൊ ഖാദിയാനികൾക്കും തെളിവ് ഈ ആയത്ത് തന്നെയാണ്. ഈ പറഞ്ഞിട്ടുള്ള ഹദീസിനാണ്. അപ്പൊ അത് വേറൊരു വിഷയം. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറയാണ് വഹാദിഹി ത്വരീഖത്തു അഹ്ലിൽ ബിദായി. ഇതാണെന്ത്? ഇത് അഹ്ലു സുന്നത്തിന്റെ മാർഗമല്ല, പിന്നെ ആരുടെ മാർഗമാണ്? അഹ്ലുൽ ബിദാന്റെ മാർഗമാണ്. ഇത് അഹ്ലുൽ ബിദഅത്തിന്റെ മാർഗമാണ്. എന്ത്? റഅീനെ അവലംബിച്ചുകൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത്. അവിടെ സ്വഹാബത്തിന്റെ ഫഹ്മിനെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ എന്താണ്? അത് ബിദഅത്തിന്റെ ആളുകളുടെ നിലപാടാണ് എന്നുള്ളതാണ് ആര് പറഞ്ഞിരുന്നത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. സമആനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ബിദഅത്തിന്റെ കക്ഷികളെ കുറിച്ച് ചർച്ച ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല്, ഇദ്ദേഹം പറയണ യഅലം, നീ മനസ്സിലാക്കണം, അന്ന ഫസ്ല മാ ബൈനനാ വ ബൈനൽ മുബ്തദിഅ ഹുവ മസ്അലത്തുൽ അഖൽ. ഉണ്ടോ? അഹ്ലു സുന്നത്തിന്റെയും മുബ്തദികളുടെയും ഇടയിലുള്ള ഫസ്ല് അത് ഏത് വിഷയമാണ്? മസ്അലത്തുൽ അഖലാണ്. അവര് ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കും. അവരുടെ ബുദ്ധിക്ക് പിന്നെ പറ്റാത്തത് അവര് തള്ളും, അങ്ങനെ നിഷേധിക്കും. എന്നാൽ അഹ്ലു സുന്നത്ത് അങ്ങനെയല്ല. അദ്ദേഹം പറയണം, കണ്ടോ, ഫൈനഹും അസൗ ദീനഹും അലൽ മഅഖൂലി. അവർ അവരുടെ ദീനിനെ കെട്ടിപ്പടുത്തത്, അവരുടെ ആദർശം അവർ കെട്ടിപ്പടുത്തത് ബുദ്ധിയുടെ മേലാണ്, എല്ലാം ബുദ്ധിക്കനുസരിച്ചിട്ട്. അമ്മ അഹ്ലു സുന്ന, എന്നാൽ അഹ്ലു സുന്നത്ത് ഖാലു പറഞ്ഞു അൽ അസ്ലു അൽ ഇത്തിബ. അഹ്ലു സുന്നത്തിന്റെ വാദം അസ്ല് ഇത്തിബ ആണ്. ഖുർആനിൽ വന്നത് ഹദീസിൽ വന്നത് സമീന വത്തന ഇത്തിബ ആണ്. വൽ ഉഖൂലു തബഉൻ. ബുദ്ധി എന്ത് ചെയ്യണം? ആ അസ്ലിനെ പിൻപറ്റണം. പ്രമാണങ്ങളെ മനസ്സിലാക്കാനാണ് എന്ത്? ബുദ്ധി. എന്നാൽ ബിദഅത്തിന്റെ ആൾക്കാർ അവരുടെ ദീനി സ്ഥാപിച്ചത് അഖലിന്റെ അടിസ്ഥാനത്തിലാണ്. അഖലിലാണ് അവർ അവരുടെ പിന്നെ ദീനി സ്ഥാപിച്ചത്, അവരുടെ ആദർശം സ്ഥാപിച്ചത്. അപ്പൊ ഇതാണെന്ത്? അഹ്ലു സുന്നത്തിന്റെയും അഹ്ലുൽ ബിദഅത്തിന്റെയും തിരിച്ചറിയാനുള്ള അസ്ലി എന്നുള്ളത് സമആനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാം. ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മുഅ്തസിലത്ത്, അതേപോലെ തന്നെ ജഹ്മിയത്ത്, അൽ അശായിറ അശ്അരിയത്ത്,
3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവരൊക്കെ എങ്ങനെയാണ് വഴിവെച്ചെന്നുള്ളത് ഇവര് പറയാൻ പോകണം. ഇപ്പൊ അസ്മാ വ സിഫാത്ത്, ഇതിൽ ഏതാണ്ട് ആളുകൾക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച് സിഫാത്തുകളെ കുറിച്ച് വിശദീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അവര് ബുദ്ധി കൊണ്ടുവന്നു. അപ്പൊ ആ വിഷയത്തിൽ വഴിതെറ്റി പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അസ്മാ വ സിഫാത്തിൽ വഴിതെറ്റി പോയിട്ടുള്ള ആളുകൾ. അപ്പൊ ഉദാഹരണമായിട്ട് ഫഖ്റുദ്ദീൻ റാസി, അതിൽ തെറ്റിപ്പോയിട്ടുള്ള അബദ്ധം സംഭവിച്ചിട്ടുള്ള വലിയൊരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇൽമിന്റെ ബഹർ എന്നൊക്കെയാണ് പറഞ്ഞത്. റാസിയുടെ ചരിത്രം നമ്മൾ പിന്നീട് പഠിക്കേണ്ടതാണ്. ഫഖ്റുദ്ദീൻ റാസി, അദ്ദേഹത്തെ കുറിച്ച് ഉലമാക്കളും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് മിൻ ഉലമായിൽ മുത്തക്കല്ലിമീൻ എന്നാണ്. ഇൽമുൽ കലാമിന്റെ പണ്ഡിതനാണ് അദ്ദേഹം. അശ്അരി പണ്ഡിതനാണ്, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനായിട്ട് എണ്ണീട്ടുള്ള ഇമാം റാസിനെ. അതേപോലെ തന്നെ അബു ഹാമിദുൽ ഗസാലി, അതേപോലെ ജുവൈനി, അതേപോലെ തന്നെ അബുൽ ഹസൻ അശ്അരി, ഇവരൊക്കെ പലരും തൗബ ചെയ്തു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ആദ്യകാലത്ത് ഇവരൊക്കെ ഈ അസ്മാകളെയും സിഫാത്തുകളെയൊക്കെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ ബുദ്ധിയാണ്, ഫൽസഫയാണ്, തത്വശാസ്ത്രം, അതേപോലെ തന്നെ ഇൽമുൽ കലാം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രമാണങ്ങളെ വിശദീകരിച്ചു. റാസിന്റെ ഒക്കെ തഫ്സീറിൽ ഒരുപാട് അബദ്ധങ്ങളാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ പോലും പല സിഫാത്തുകളെയും നിഷേധിച്ചിട്ടുണ്ട്. കുറെ ചിരി വരും, നല്ല രസമാണ് അദ്ദേഹത്തിന്റെ തഫ്സീർ. അള്ളാഹു അവന്റെ അർഷിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നുള്ള ആയത്തിനൊക്കെ അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിഷേധം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വന്നിട്ടുണ്ട്. നമുക്കത് പിന്നീട് വിശദീകരിക്കാം. അവരിൽ പലരും തൗബ ചെയ്തിട്ടുണ്ട്, അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു എന്താ വെച്ചാല്, ഈ വിഷയത്തിൽ പല ആളുകൾക്കും അബദ്ധം പറ്റി. ഏത് വിദേഹത്തിന്റെ ആളുകൾക്ക് അവർക്ക് അബദ്ധം പറ്റാനുള്ള കാരണം എന്താ? അവർ അവരുടെ ബുദ്ധി പ്രയോഗിച്ചു എന്നുള്ളതാണ്. ഇനി ഒരു ഉദാഹരണം പറഞ്ഞത്, അപ്പോ മുഅ്തസിലികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ അസ്മാകളൊക്കെ അംഗീകരിക്കും, എന്നാൽ അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തുകളെയും അവർ നിഷേധിക്കും. ആര്? മുഅ്തസിലത്ത്. ജഹ്മിയത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ എല്ലാ അസ്മാകളെ മൊത്തത്തിൽ അവർ നിഷേധിക്കും, സിഫാത്തുകളെയും മൊത്തത്തിൽ നിഷേധിക്കും. അസ്മാകളെ നിഷേധിക്കും, സിഫാത്തുകളെയും നിഷേധിക്കും. ആര്? ജഹ്മികൾ. ഇനി അശായറുകൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? അശരിയത്താണ്, അശ്അരി മതം. നമ്മുടെ നാട്ടിൽ അശ്അരികളാണ്. റാസി സ്ഥാപിച്ച ആ ഒരു വിശ്വാസ സംഹിതയിൽ, അതേപോലെ തന്നെ വേറെ ചില ആളുകൾ സ്ഥാപിച്ച വിശ്വാസ സംഹിതയിൽ അവരുടെ അഖീദയുടെ അടിസ്ഥാനമാണ് അശ്അരി മതം. അശ്അരികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അസ്മാകൾ അവർ അംഗീകരിക്കും, സിഫാത്തുകളിൽ 7 മാത്രം അംഗീകരിക്കും, ബാക്കിയുള്ള അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ നിഷേധിക്കും. ഇപ്പൊ 3 കുറിച്ച് പറഞ്ഞു, ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ. ഈ 3 വിഭാഗം ആളുകൾക്ക്, അതായത് മുഅ്തസിലികൾക്കും ജഹ്മികൾക്കും അശ്അരികൾക്കും, ഇങ്ങനെ അവരുടെ ആ വാദങ്ങൾക്കുള്ള തെളിവെന്താ? അവരുടെ വാദങ്ങൾക്കുള്ള തെളിവെന്താ? അതായത് മുഅ്തസിലികള് അള്ളാഹുവിന്റെ അസ്മാകൾ അംഗീകരിച്ചു, സിഫാത്തുകളെ നിഷേധിച്ചു. തെളിവെന്താ? അവരുടെ അഖല്. ജഹ്മികൾ അള്ളാഹുവിന്റെ അസ്മാകളെ നിഷേധിച്ചു, സിഫാത്തുകളെ നിഷേധിച്ചു. അതെന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, അവരവരുടെ ബുദ്ധി കൊണ്ടൊന്നും. അശ്അരികള് അള്ളാഹുവിന്റെ അസ്മാകൾ അവർ അംഗീകരിക്കുന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ 7 മാത്രം അവര് അംഗീകരിക്കും, ബാക്കിയുള്ള സിഫാത്തുകളെ നിഷേധിക്കും. അതിന്റെ തെളിവെന്താ? തെളിവില്ല, അവരുടെ അഖല്. എന്നാൽ അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അസ്മാകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അത് പ്രമാണങ്ങളിൽ എങ്ങനെ വന്നു, അള്ളാഹ് എങ്ങനെ പഠിപ്പിച്ചോ, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ, അതേപോലെ സമഅന വഅതഅന. അപ്പോ മുഅ്തസിലത്തിന്റെ തെളിവെന്താ? അവർ അസ്മാകൾ അംഗീകരിക്കും, സിഫാത്തുകൾ അംഗീകരിക്കും. അവര് പറയുന്നത് ന്യായം എന്താ വെച്ചാല്, ഈ സിഫാത്തുകളൊക്കെ അംഗീകരിച്ചാല് അതെന്താവും? അള്ളാഹുവിനെ സൃഷ്ടികളോട് തശ്ബീഹ് നടത്തലായിത്തീരും. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അള്ളാഹുവിന് കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നുസൂലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും. അവരുടെ അഖല് കൊണ്ടുവരികയാണ്. അതായത് അള്ളാഹുവിന്റെ ഈ സിഫാത്തുകൾ അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാകൾ അംഗീകരിച്ചാൽ അതെന്താവും? അത് അള്ളാഹുവിനെ സൃഷ്ടികളോട് തശ്ബീഹ് നടത്തലായിത്തീരും. അതുകൊണ്ട് മുഅ്തസിലികൾ എന്ത് ചെയ്തു? സിഫാത്തുകളെ നിഷേധിച്ചു. ജഹ്മികൾ എന്ത് ചെയ്തു? സിഫാത്തുകളെയും അസ്മാകളെയും നിഷേധിച്ചു. അശ്അരികൾ എന്ത് ചെയ്തു? 7 സിഫത്തുകൾ മാത്രം അംഗീകരിച്ചു, ബാക്കിയുള്ള സിഫത്തുകളെ നിഷേധിച്ചു. ഇതിനൊക്കെ തെളിവെന്താ? അഖല്. ഞാൻ പറയുന്നത് അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് ഇവരെങ്ങനെ വഴിതെറ്റി, അവരവരുടെ റഈ കൊണ്ടുവന്നു, അഖല് കൊണ്ടുവന്നു. അപ്പൊ ഇതൊരു ഉദാഹരണം. ഞാൻ പറഞ്ഞ ഈ രൂപത്തിലാണ് ഇവരെന്തായത്? ഇതിനൊന്നും അവർക്ക് തെളിവില്ലല്ലോ. അള്ളാഹുവിന്റെ അസ്മാകൾ അംഗീകരിക്കാൻ, സിഫാത്തുകൾ, ഇതിനൊന്നും ഒരു തെളിവില്ലല്ലോ. ഇതൊന്നും അഹ്ലുസുന്നത്തിന്റെ രീതിയല്ലല്ലോ, അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ബിദ്അത്തിന്റെ ആളുകളുടെ രീതിയാണ്. ഇപ്പോ പാപം ചെയ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ തെറ്റ് ചെയ്താൽ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്താ? ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ഇസ്ലാം തന്നെ പുറത്തായി, കാഫിറായി മുർത്തദ്ദായി, അയാൾ നരകത്തിലെ ഖാലിദൻ മുഖല്ലദായിരിക്കും ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ മുർജിയത്തിന്റെ വാദം എന്താ? മുർജിയത്ത് പറയുന്നത് മനസ്സിൽ വിശ്വാസം ഉണ്ടായാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അത് ഒരു മാരിഫത്ത് മാത്രം മതി എന്നാണ് അവരിൽ ഏറ്റവും തീവ്രവാദ വിഭാഗം പറയുന്നത്. അറിവുണ്ടായാൽ മതി, പിന്നെ എന്ത് തെറ്റ് ചെയ്താലും, കള്ളുടിച്ചാലും വ്യഭിചരിച്ചാലും പലിശ വാങ്ങിയാലും എന്ത് തെറ്റ് ചെയ്താലും അത് അവന്റെ ഈമാനിന് ഒരു ഉപദ്രവം ചെയ്യൂല, ഒരു പ്രശ്നമല്ല, അത് അവന്റെ ഈമാനിനെ ബാധിക്കൂല എന്നുള്ളതാണ് ഏത് മുർജിയത്ത് പറയുന്നത്.
മുഅ്തസിലത്ത് പറയുന്നത് എന്താ? മുഅ്തസിലത്ത് പറയുന്നത് ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകളെ കാഫിർ എന്നും പറയാൻ പറ്റൂല, മുഅ്മിൻ എന്നുള്ളതും പറയാൻ പറ്റൂല. അവരുടെ ഇതെന്ന് വെച്ചാല് മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈനി. ഖവാരിജികൾ പറയുന്നത് അവർ കാഫിറാണെന്നുള്ളതാണ്. മുർജിയത്ത് പറയുന്നത് അവന് മുഅ്മിനാണെന്നുള്ളതാണ്. മുഅ്തസിലത്ത് പറയുന്നത് അവനെ മുഅ്മിൻ എന്നുള്ളതും പറയാൻ പറ്റൂല, കാഫിർ എന്നും പറയാൻ പറ്റൂല. അവന്റെ സ്ഥാനം മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈനി. അതൊരു ഒരു സാങ്കേതിക പ്രയോഗമാണ് ഇവരുടെ മുഅ്തസിലികളുടെ ഒരു അസിലാണത്. മൻസിലത്തുൻ ബൈൽ മൻസിലത്തി, അതായത് കാഫിറിന്റെയും മുഅ്മിനിന്റെയും ഇടക്കുള്ള ഒരു സ്ഥാനം. ആ സ്ഥാനത്താണ് ഈ തെറ്റ് ചെയ്യുന്ന ആൾ. ഇവരുടെ വാദത്തിന്റെ തെളിവെന്താ? അഖല്. അപ്പൊ നേരത്തെ ഞാൻ ശംആനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഹ്ലു സുന്നത്തിന്റെയും അഹ്ലുൽ ബിദ്അത്തിന്റെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അസൽ എന്താണ്? അവര് അഖലാണ്. അവരുടെ ആദർശം, അവരുടെ നിലപാടുകൾ അവര് കെട്ടിപ്പടുത്തിരിക്കുന്നത് അഖലിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ എന്താണ്? ഇത്തിബാഅൻ, സമീന വതഅന, ആമന്ന സല്ലംന, തസ്ലീമും ഇസ്തിസ്ലാമും. അപ്പൊ മുഅ്തസിലത്തിന് ഇങ്ങനെ പറയാനും, ഖവാരിജികൾക്ക് അവൻ കാഫിറാണ് എന്നുള്ളത് പറയാനും, മുർജിയത്തിന് അവൻ മുഅ്മിനാണ് എന്നുള്ളത് പറയാനും ഒക്കെ തെളിവ് ഒരടിസ്ഥാനവുമില്ല. ഇതൊക്കെ എന്താണ്? അവരുടെ അഖല്, അവരുടെ റഅയ്, അവരുടെ ബുദ്ധി, അവരുടെ ഹവക്കനുസരിച്ചിട്ട് അവരുടെ ദീനിനെ വിശദീകരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടായത്? ഭിന്നിപ്പുണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ മുഅ്തസിലത്ത് അവരുണ്ടാകാനുള്ള കാരണം തന്നെ പറയുന്നത് എന്താ? മുഅ്തസിലത്ത് ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ ഒരു കാരണമാണല്ലോ. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹസൻ ബസരി അഹ്ലു സുന്നയാണ്. അദ്ദേഹം പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് ഹസൻ ബസരിയോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം എന്ത്? ഖവാരിജികൾ പറയുന്നത് വൻപാപം ചെയ്ത ആളുകൾ കാഫിറാണ്, നരകത്തിൽ ഖാലിദ മുഖല്ലദാണെന്നുള്ളതാണ് ഖവാരിജികൾ പറയുന്നത്. എന്നാൽ മുർജിയത്ത് പറയുന്നത് ഈമാൻ ഉണ്ടായാൽ മതി, ഈമാൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അവര് അറിവുണ്ടായാൽ മതി, വിനെന്ത് തെറ്റ് ചെയ്താൽ എന്താണ് അവരുടെ ഈമാനെ ബാധിക്കൂല എന്നുള്ളതാണ് മുർജിയത്ത് പറയുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള നിലപാട് എന്നുള്ളത് ഒരാൾ വന്നിട്ട് ഹസൻ ബസരിയുടെ സദസ്സിൽ ചോദിച്ചു. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സദസ്സിലുണ്ടായിരുന്ന വാസിൽ ബിൻ അത്താ, ഹസൻ ബസരിന്റെ ശിഷ്യനാണ് ആര്? വാസിൽ ബിൻ അത്താണ് മുഅ്തസിലത്തിന്റെ സ്ഥാപകൻ, മുഅ്തസിലത്തിന്റെ നേതാവ് വാസിൽ ബിൻ അത്താണ്. വാസിൽ ബിൻ അത്താ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈനി. ഇയാളുടെ സ്ഥാനം ഈ രണ്ട് മുഅ്മിനിന്റെയും കാഫിറിന്റെയും അടക്കമുള്ള ഒരു സ്ഥാനമാണ്. മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈനി. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരുപാട് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ആ വാസിൽ ബിൻ അത്താ എന്താ പറഞ്ഞു? മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈനി. എന്നിട്ട് അയാള് ഹസൻ ബസരിന്റെ സദസ്സിൽ എണീറ്റ് പോയി. എന്നിട്ട് പള്ളിന്റെ വേറെ മൂലക്കെ പോയി കുത്തിരുന്ന്, ഒരു തൂണിന്റെ അടുത്ത് പോയി കുത്തിരുന്ന് വാസിലിന്റെ ആദർശവുമായിട്ട് യോജിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മൻസിലത്തും ബൈനൽ മൻസിലത്തൈനി, ആ യോജിക്കുന്ന ആളുകളെ കൂട്ടിയിട്ട് വേറെ ദർസ് എടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇഅ്തസല അന്നാ വാസിൽ, വാസിൽ നമ്മളിൽ നിന്ന് വിഘടിച്ചു പോയിരിക്കുന്നു. ഹസൻ ബസരി അഹ്ലു സുന്നയാണ്. വാസിൽ നമ്മളിൽ നിന്ന് വിഘടിച്ചു പോയിരിക്കുന്നു. അങ്ങനെയാണെന്ത്? ഇഅ്തസല അന്നാ. ഇമാം ദഹബിന്റെ സിയറിൽ വേറൊരു രൂപത്തിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞത് മിലലിൽ ഷഹ്റസ്ഥാൻ ഉദ്ധരിച്ചതാണ്. ഇമാം ദഹബിന്റെ സിയറിൽ പറഞ്ഞിട്ടുള്ളത്, ഈ വാദം വാസിൽ ബിൻ അത്താ കൊണ്ടുവന്നപ്പോ ഹസൻ ബസരി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മജ്ലിസിൽ നിന്ന് വാസിൽ ബിൻ അത്താനെ പുറത്താക്കി എന്നുള്ളതാണ് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ പറയുന്നത്. അങ്ങനെയാണ് മുഅ്തസിലത്തിന്റെ ഉത്ഭവം. അപ്പൊ ഇവരെന്താണ്? ഇതിന്റെ തെളിവെന്താണ്? അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം വൻ പാപം ചെയ്തവൻ അവന്റെ ഈമാനിൽ കുറവ് സംഭവിക്കും, അവൻ അതുകൊണ്ട് കാഫിറായി തീരുന്നില്ല, നരകത്തിൽ ശാശ്വതനായിത്തീരുന്നില്ല. എന്നാൽ അവൻ മുഅ്മിനാണ്, അവന്റെ ഈമാനിൽ കുറവ് സംഭവിക്കും. അതാണ് അഹ്ലു സുന്നത്തിന്റെ വിഷയത്തിലെ നിലപാട്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് ആര് കൊണ്ടുവന്നു? ഹസൻ ബസരിയുടെ ശിഷ്യനായ വാസിൽ ബിൻ അത്താ കൊണ്ടുവന്നു. ആ വാസിലാണെന്ത്? മുഅ്തസിലത്തിന്റെ സ്ഥാപകൻ. ഇതാണ് മുഅ്തസിലി ചിന്താഗതി. ഈ മുഅ്തസിലികളാണ് ഖബർ ശിക്ഷനെ നിഷേധിക്കുന്നത്, മീസാനെ നിഷേധിക്കുന്നത്, സിറാത്തിനെ നിഷേധിക്കുന്നത്, മസീഹു ദജ്ജാലിനെ നിഷേധിക്കുന്നത്. ഇപ്പൊ ഈച്ചന്റെ ഹദീസ് ഉണ്ടല്ലോ, ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കല്. ഞാൻ അതിന്റെ കോപ്പിന്റെ കയ്യിലുണ്ട്, ഷബാബിൽ വന്നത്. ഈച്ച ജ്യൂസ് എന്നാണല്ലോ അതിന്റെ ഇവര് പരിഹസിച്ച് വിളിക്കാറുള്ളത്, അതാണ് ഈച്ച ജ്യൂസ് എന്നുള്ളത്. ആ ഈച്ചന്റെ ഹദീസിനെയും ആദ്യം നിഷേധിക്കുന്നത് ആരാണ്? മുഅ്തസിലികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കുറിച്ച് എന്ത് പറയുന്നത്? മുഅ്തസിലി വാദക്കാരാണെന്ന് പറയുന്നത്. ഇങ്ങനെ നഖലിനേക്കാൾ അഖലിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ആരുടെ വാദമാണ്? മുഅ്തസിലത്തിന്റെ വാദമാണ്. അഹ്ലു സുന്നത്തിൽ നിന്ന് വിഘടിച്ചു പോയ ബിദ്അത്തിന്റെ ആളുകളുടെ വാദമാണ്. അവരുടെ അസ്ൽ അതാണ്, എന്താ? അഖല്. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിച്ചത്. അപ്പൊ ഈ വാസിലാണ് യഥാർത്ഥത്തിൽ മുഅ്തസിലത്തിന്റെ സ്ഥാപകൻ. സ്വാദിഖുൽ മസ്തൂഖിന്റെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് മുഅ്തസിലി ആയിരുന്ന അംർ ബിൻ ഉബൈദിനോട് ചോദിച്ചു. അംർ ബിൻ ഉബൈദ് എന്നുള്ളത് മുഅ്തസിലത്തിന്റെ നേതാവാണ്. ആരാണ്? അംർ ബിൻ ഉബൈദ് മുഅ്തസിലത്തിന്റെ നേതാവാണ്. അംർ ബിൻ ഉബൈദ്. സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ് ഏതാ അറിയോ? ചില ആൾക്കാരൊന്നും അത് അംഗീകരിക്കണില്ല. കാരണം അവർ പറയുന്നത് സയൻസിനെതിരാണെന്നുള്ളത്.
നമുക്ക് സയൻസ് പറഞ്ഞാലുള്ള ഹദീസ് അംഗീകരിക്കാൻ പറ്റുക. അത് അഹ്ലു സുന്നത്തിന്റെ നിലപാടല്ലല്ലോ. അഹ്ലു സുന്നത്തിന്റെ നിലപാടല്ലാതെ ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരുന്നുണ്ട്. സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. ഏത്? മാതാവിന്റെ ഗർഭപാത്രത്തിൽ 40 ദിവസം ഇതുണ്ടല്ലോ, ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസ്. ഹദീസ് പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ്. ഹദീസ് ഇവിടെ ഉദ്ധരിക്കണം. ആ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിച്ചിട്ടുള്ള, ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഇന്ന അഹദക്കും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. അല്ലെ, 40 ദിവസം മാതാവിന്റെ വയറിൽ എന്താണ് ഒരുമിച്ച് കൂട്ടപ്പെടും. അതേപോലെ തന്നെ പിന്നീട് അലക്കത്തായിട്ട് 40, അതേപോലെ മുളകത്തായിട്ട്, അതേപോലെ തന്നെ പിന്നീട് 4 കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും. ഏത്? അള്ളാഹു ഒരു മലക്കിനയക്കും, 4 കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും. അമല്, അജല്, റിസ്ഖ്, അതേപോലെ അവൻ ഷഖിയാണോ സഈദാണോ, അതിനുശേഷമാണ് റൂഹ് ഊതപ്പെടുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഹദീസ്, ഞാൻ വായിച്ചിട്ടുള്ള ഹദീസ് ബുഖാരി ഉദ്ധരിച്ചതാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് മുഅ്തസിലിയായ അംർ ഇബ്നു ഉബൈദിനോട് ചോദിച്ചു. ഈ ഹദീസിനെ ചില ആളുകളൊക്കെ നിഷേധിക്കുന്നുണ്ട്, കാരണം സയൻസ് പറഞ്ഞതിനെതിരാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ സയൻസിന്റെ വേറെ ചില പഠനങ്ങൾ ഈ ഹദീസ് ശരിയാണെന്നുള്ളതും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് പറഞ്ഞാലില്ലെങ്കിലും ശരി. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ സയൻസിന്റെ തിയറി എന്ന് പറഞ്ഞ് ബയോളജിയിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും, അതേപോലെ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും, ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് തിരുത്തിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ സയൻസ് എന്ന് പറഞ്ഞാൽ. എന്റെ ഓർമ്മയിലുള്ള കുറെ കാര്യങ്ങൾ അതേപോലെ നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അന്ന് സയൻസ് തിയറി ഒരുപാട് ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങളുണ്ടല്ലോ. ഇങ്ങനെ നിരീക്ഷിച്ച് ഇങ്ങനെ പഠനത്തിലൂടെ കണ്ടെത്തി പറഞ്ഞ പല സത്യങ്ങളും, ശാസ്ത്ര സത്യങ്ങളും ഇന്ന് നമ്മളത് കൺമുന്നിൽ കാണുകയാണ്. ശാസ്ത്രം തിരുത്തിയിട്ടുണ്ട്. ഇതാണ് ശാസ്ത്രം. ഹദീസ് എന്ന് പറഞ്ഞാൽ അതല്ല. ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വഹിയാണ്. അതിനോട് കളിക്കണത് സൂക്ഷിച്ചിട്ട് വേണം. അത് വഹിയാണ്. ഒരു ഹദീസ് സ്വഹിയാണെങ്കിൽ അത് വഹിയാണ്. സ്വഹിയായ ഹദീസ് അള്ളാഹുവിന്റെ വഹിയാണ്. ഇപ്പൊ ഹുദൈബിയ സന്ധിയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഓരോ അത് വഹിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഈ ഹദീസിനെ സംബന്ധിച്ച് അംർ ഇബ്നു ഉബൈദിനോട് ചോദിച്ചപ്പോ അംർ ഇബ്നു ഉബൈദ് പറഞ്ഞു, വലൗ സമീഅത്തുൽ അഅമശ, ഈ ഹദീസ് എങ്ങാനും അഅമശ് പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ, വലൗ സമീഅത്തുൽ അഅമശ യഖൂലു ഹാദാ ലകദ്ദബ്തു. അതായത് ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരാണത്, റാവിമാർ വരാനുള്ള അഅമശ്. അഅമശ് എന്നോട് അഅമശ് ഈ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ലകദ്ദബ്തു, ഞാൻ ആ ഹദീസ് നിഷേധിക്കും. വലൗ സമീഅത്തുഹു മിൻ സയ്യിദ് ബിൻ വഹബിൻ ലമാ സദ്ദഖ്തു, സയ്യിദ് ബിൻ വഹബാണ് ആ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ആ ഹദീസ് സത്യപ്പെടുത്തൂല. വലൗ സമീഅത്തു ഇബ്നു മസ്ഊദിൻ യഖൂലുഹു മാ ഖബിൽതു, സാക്ഷാൽ ഇബ്നു മസ്ഊദ് ആ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടാൽ പോലും ഞാൻ അത് സ്വീകരിക്കൂല. വലൗ സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹാദാ ലറദത്തുഹു, അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറയുന്നത് കേട്ടാൽ പോലും ഞാൻ ആ ഹദീസ് തള്ളും. റസൂല് നേർക്ക് നേരെ ഈ ഹദീസ് പറയുന്നത് കേട്ടാൽ പോലും ഞാൻ ആ ഹദീസ് തള്ളും. വലൗ സമീഅത്തുല്ലാഹ യഖൂലു, ഇനി അള്ളാഹുവാണ് ഇത് പറയുന്നതെങ്കിൽ പോലും ലഖുൽതു, ഞാൻ പറയും ലൈസ അലാ ഹാദാ അഹ്തമി സകന, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതിന്റെ പേരിലല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറ് എന്നുള്ളത് അള്ളാഹിനോട് ഞാൻ പറയും. ഇതാണ് മുഅ്തസിലത്ത്. സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ്. ആ ഹദീസിനെ സംബന്ധിച്ച് മുഅ്തസിലി നേതാവ് അംർ ഇബ്നു ഉബൈദിന്റെ വാക്കാണത്. ഇത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അംർ ഇബ്നു ഉബൈദിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. മുഅ്തസിലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രം കാണും. അപ്പോ ആ ഹദീസിന്റെ റാവിമാരൊക്കെ മുമ്പ് കളവാക്കി. അവരാര് പറയുന്നത് കേട്ട, അള്ളാഹുവിന്റെ റസൂല് പോലും ഇത് പറയുന്നത് കേട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനത് തള്ളുന്ന പറഞ്ഞു, ഞാനത് നിഷേധിക്കുന്ന. ഈ നിലപാടാണെന്ന് ചില ആളുകൾക്കുള്ളത്. ആ നിലപാട് അഹ്ലു സുന്നത്തിന്റെ നിലപാടല്ല. അത് ആരുടെ നിലപാടാ? അംർ ഇബ്നു ഉബൈദിന്റെ നിലപാടാണ്. അത് മുഅ്തസിലത്തിന്റെ നിലപാടാണ്. അത് വാസിൽ ബിൻ അത്താഇന്റെ നിലപാടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംവാദം ഉദ്ധരിച്ചത്. ഈ അംർ ഇബ്നു ഉബൈദിന്റെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഈ ബിദഅത്തിന്റെ. ഇപ്പൊ ഖവാരിജികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബിദായി കക്ഷി ആരാണ്? ഖവാരിജികളല്ലേ? ഖവാരിജികളാണ് ഒന്നാമത്തെ ബിദായി കക്ഷി. അതിന്റെ ഈ ഖവാരിജികളുടെ ഉത്ഭവം തന്നെ നോക്കിക്കോ, റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു യമനിലായിരുന്നു. യമനിൽ നിന്ന് കിട്ടിയ ആളുകളിൽ നിന്ന് സക്കാത്ത് കിട്ടി. ആ സക്കാത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്വർണം അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? 4 ആളുകൾക്ക് മാത്രം അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആ സ്വർണം 4 ആളുകൾക്ക്. ആ പേര് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മുഹാജിറുകളിൽപ്പെട്ട പിന്നെ അൻസ്വാറുകളിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ടാണ് ആ 4 ആളുകൾക്ക് ഞാനത് 4 ആളുകൾക്ക് മാത്രം കൊടുത്തത് എന്നുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് അത് തൃപ്തിപ്പെട്ടു. എന്നാൽ കൂട്ടത്തുനിന്ന് ഒരുത്തണീറ്റു. അവന്റെ പേര് ദുൽ ഖുവൈസിറത്ത് തമീമി. അവൻ എണീറ്റിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് അറിയോ? യാ റസൂലല്ലാഹി അദിൽ, അല്ലാഹുവിന്റെ റസൂലെ നീതി കാണിക്കണം എന്ന് പറഞ്ഞു.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു, വൈലക്, നിനക്ക് നാശം, വമൻ യഅദിലു ഇദാ ലം അഅദിൽ, ഞാൻ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മറ്റാര് നീതി കാണിക്കും. പിന്നെ ഹദീസിന്റെ ബാക്കി ഭാഗം വരുന്നുണ്ട്, ഇവന്റെ മുതുകിൽ നിന്ന് കുറച്ചാളുകൾ രംഗത്ത് വരും, അവരെ ദീനിൽ നിന്ന് പുറത്താവും. ഒരു ഉരുവിൽ അമ്പ് തറച്ച് അതിന്റെ ശരീരത്തെ തുളച്ച് ആ അമ്പ് കടന്നു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു പോകും. ഖവാരിജികളെ കുറിച്ചുള്ള താക്കീത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നൽകി. ഇവിടെ ദുൽ ഖുവൈസിറത്തു തമീമി എന്ന് പറയുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു. അതാണെന്ത് ഖവാരിജിന്റെ ഒന്നാമത്തെ ആള് ദുൽ ഖുവൈസിറത്തു തമീമി. അവൻ റസൂലുള്ളാഹിന്റെ കൽപ്പനക്കെതിരെ അവന്റെ അഖല് കൊണ്ടുവന്നു. അവന് തോന്നിയെന്ത്, അവന്റെ റൈ അനുസരിച്ചിട്ട് ഇത് നീതിയല്ല, 4 ആൾക്ക് മാത്രം കൊടുത്തത് ശരിയല്ല. കണ്ടോ, അവിടെ ഖവാരിജിന്റെ ഉത്ഭവമാണ്. ഇവനാണ് ഒന്നാമത്തെ ഖവാരിജ് എന്നുള്ളതാണ് ദുൽ ഖുവൈസിറത്തു തമീമി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കെതിരെ അഖല് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ ഇബ്ലീസ് അഖല് കൊണ്ടുവന്നത് പോലെ. കണ്ടോ, ഈ വീതം വെച്ചു കൊടുക്കൽ ശരിയല്ല എന്നുള്ളതാണ് ദുൽ ഖുവൈസിറിന്റെ അഭിപ്രായം. അവന്റെ അഖല് കൊണ്ടുവന്നു, അവന്റെ റൈ. അതുകൊണ്ട് അവൻ പറഞ്ഞു നീതി കാണിക്കണം. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിനുശേഷം പിന്നീട് അലി റളിയല്ലാഹുവിനോട് യുദ്ധത്തിന് വന്നു ആര്, ഖവാരിജികൾ. ആരോ ഓതിയ ആയത്തേതാ, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഖവാരിജികൾ വേറൊരു ടീമായി ഗ്രൂപ്പായിട്ട് അലി റളിയല്ലാഹുവിനോട് യുദ്ധത്തിന് വന്നത്. അങ്ങനെ മൊത്തത്തിലുള്ള സ്വഹാബികളെ മുഴുവൻ കാഫിറാക്കി, മൊത്തത്തിൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ കാഫിറാക്കി ആര്, ഖവാരിജികൾ. ആ ഖവാരിജികളുടെ തെളിവെന്താ, അവരുടെ അഖല് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്നുള്ള ആയത്തിന് ഈ 2 ആളുകളുടെ മധ്യസ്ഥ സ്വീകരിക്കാൻ, അവരെ വിധികർത്താക്കളാക്കാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥമുണ്ടോ? അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെയും വിധികർത്താക്കളാക്കി അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവും സിഫീൻ യുദ്ധം അവസാനിപ്പിച്ചു. അത് ശരിയല്ല എന്നുള്ളതാണ് ഖവാരിജികളുടെ നിലപാട്. അങ്ങനെ വിധികർത്താക്കളാക്കി അലി റളിയല്ലാഹു കാഫിർ, മുആവിയ റളിയല്ലാഹു അൻഹു കാഫിർ, ബാക്കിയുള്ള സ്വഹാബികളൊക്കെ കാഫിർ. തെളിവെന്താ, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. അവരുടെ ആ ആയത്ത് തെളിവാണോ? അല്ല. എന്താ, അവരുടെ അഖല് പ്രയോഗിച്ചു. 12,000-ഓളം ആളുകൾ പോയി. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാദപ്രതിവാദം നടത്തി. 4,000-ഓളം ആളുകൾ ഒറ്റയടിക്ക് തിരിച്ചു പോകുന്ന അഹ്ലു സുന്നത്ത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകൾ വരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഖവാരിജികളായിട്ട് വാദപ്രതിവാദത്തിന് പോകുന്നുണ്ട്. എന്റെ രീതി ഇതൊക്കെ ഹദീസുകൾ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവരുടെ അസ്സൽ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ ഈ ഭിന്നിപ്പുണ്ടാകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ, അവരുടെ അഖലാണ്. അതല്ലാതെ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്നുള്ള ആയത്തിന് അങ്ങനെ ഒരു തെളിവില്ലല്ലോ. ആ ആയത്താണെന്നുള്ള കുത്തിബികളും നമ്മുടെ നാട്ടിലുള്ള വേറെ ചില ആളുകളും ഒക്കെ തെളിവാക്കുന്നത് എന്ത്, ഒരു അമുസ്ലിം രാജ്യത്ത് പൂർണ്ണ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയങ്ങളുണ്ട്. ഭരണമല്ലാതെ ദീൻ എന്താണ്, അത് പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. ഒരു പൂർണ്ണ മുഅ്മിനായിട്ട് ജീവിക്കണമെങ്കിൽ ഭരണം വേണം എന്നുള്ളതാണ് തീവ്രവാദത്തിന് തെളിവാക്കുന്ന ആളുകൾ തന്നെ പറയുന്നത്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. അപ്പൊ ആയത്തിന് സ്വഹാബത്ത് മനസ്സിലാക്കിയ രീതിയിലല്ല അഹ്ലുസുന്നത്തിന്റെ അഹ്ലുസുന്നത്തിന് എതിരായിക്കൊണ്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. സ്വഹാബത്ത് അതിനൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്തിന്റെ ഒരു ഫഹമുണ്ട്, താബീങ്ങൾക്ക് ഒരു ഫഹമുണ്ട്. ആ ഫഹമിലേക്ക് എതിർത്തുകൊണ്ട് അഖല് കൊണ്ടുവന്നു, റഅയ് കൊണ്ടുവന്നു. അപ്പൊ ഇതാണ് എന്ത് ഖവാരിജികൾക്ക് പറ്റിയത്. ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ പരിശോധിക്കാന്നാലും ചരിത്രം അങ്ങനെ നീണ്ടുപോകും. ഇത് രസകരമായിട്ടുള്ള ചരിത്രമാണ്. ജഹ്മിയത്തിന്റെ ആണെങ്കിലും മുർജിയത്തിന്റെ ഷിയാക്കളതാണെങ്കിലും ഇനി ചേകന്നൂരിന്റേതാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഖാദിയാനികളുടേതാണെങ്കിലും ഇവരൊക്കെ എന്താ ചെയ്യണത്, ആയത്തുകളെ ഹദീസുകളുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭിന്നിപ്പിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്, അത് ഈ അഖൽ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഗതി നമ്മൾക്ക് എത്ര തന്നെ മനസ്സിലായിട്ടില്ലെങ്കിലും അത് അംഗീകരിക്കാൻ സമീന വാത്തന എന്നുള്ളത് പറയാന്നുള്ളതാണ് എന്ത്, ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും വലിയൊരു തെളിവാണെന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ദജ്ജാലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. ആ ഹദീസിൽ 40 ദിവസമാണ് ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടാകാന്ന് പറഞ്ഞു. ആ 40 ദിവസത്തിൽ ഒരു ദിവസം എന്നുള്ളത് ഒരു വർഷം പോലെ, പിന്നെ ഒരു ദിവസം ഒരു മാസം പോലെ, പിന്നെ ഒരു ദിവസം ഒരാഴ്ച പോലെ. ഈ ഹദീസ് ഏത് സയൻസ്, ഏത് തിയറി വെച്ചിട്ടാണ് ഈ ഹദീസിനെ നമ്മൾ വിശദീകരിക്കുക? മൊത്തത്തിൽ 40 ദിവസം, അതിൽ ഒരു ദിവസം ഒരു വർഷം പോലെ, വേറൊരു ദിവസം ഒരു മാസം പോലെ, വേറൊരു ദിവസം ഒരാഴ്ച പോലെ, ബാക്കി 37 ദിവസം സാധാരണ ദിവസം പോലെ. ഇതിനെ ഏത് തിയറി വെച്ചിട്ട് നമ്മൾ വിശദീകരിക്കും? ഏത് സയൻസ് വെച്ചിട്ട് വിശദീകരിക്കും? ഏത് സയൻസാണ് ഇതിനെ സംബന്ധിച്ച് പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്? ഇവിടെ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ സൂര്യന് എന്ത് സംഭവിക്കും, ചന്ദ്രന് എന്ത് സംഭവിക്കും, ഭൂമിക്ക് എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. പക്ഷെ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും ചോദിച്ചില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ എന്താ, അങ്ങനെയാണെങ്കിൽ അന്ന് ഒരു ദിവസം ഒരു വർഷം പോലെയാണെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കണത് ഫദാലിക്കൽ യൗമുല്ലദീ കസനത്തിന തക്ഫീന ഫീഹി സ്വലാത്തു യൗമിൻ, അന്ന് ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ? ഈ ഒരു സംശയമാണ് സ്വഹാബികൾ ചോദിച്ചത്. ഇതിന്റെ വിശദീകരണത്തിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വിശദീകരണത്തിൽ.
ഇപ്പൊ നമ്മുടെ മനസ്സിൽ വേറെ കുറെ ചോദ്യങ്ങളല്ല. അതെങ്ങനെ ശരിയാ? മസീഹ് ദജ്ജാൽ വരുമ്പോ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം പോലെ എന്ന് പറഞ്ഞാൽ അന്ന് എന്താ സൂര്യൻ എന്താ, ചന്ദ്രൻ എന്താ, ഭൂമിക്ക് എന്താ, അതൊക്കെ എങ്ങനെ ശരിയാകാം? അതൊക്കെ സയൻസ് പറഞ്ഞിട്ടുണ്ടോ? അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ടോ? റഷ്യ പറഞ്ഞിട്ടുണ്ടോ? അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന ആള് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരും. സ്വഹാബികൾ ചോദിച്ചെന്താ, അന്ന് റസൂലെ ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് പോരാ. കാരണം ഒരു ദിവസം എന്നുള്ളത് ഒരു വർഷം പോലല്ലേ. ഒരു വർഷത്തെ നിസ്കാരങ്ങൾ നിസ്കരിക്കണം. സംഗതി ഒരു ദിവസമുള്ളൂ, അത് നിങ്ങൾ കണക്കാക്കണം. അതിന്റെ ടൈം കണക്കാക്കിയിട്ട് നിങ്ങൾ നിസ്കരിക്കണം. ഈ ഹദീസ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ അവരെന്തോ പറഞ്ഞു, ഞാനത് നമുക്ക് പിന്നെ വിശദീകരിക്കാതെ, അവര് മസീഹ് ദജ്ജാലിനെ തന്നെ നിഷേധിച്ചു. മസീഹ് ദജ്ജാലിനെ തന്നെ അവരെ നിഷേധിച്ചു. അങ്ങനെ ഒന്നും ഇല്ലാന്ന് അവർ, അങ്ങനെ മനുഷ്യനില്ല എന്നാണ് അവർ പറഞ്ഞത്. ആ പറഞ്ഞ ആൾക്കാരെ പേര് അഡ്രസ്സൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം ആരൊക്കെയാണ് അതിനെ നിഷേധിച്ചിട്ടുള്ളത്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഉൻദുറൂ, നിങ്ങൾ നോക്കി, ഇലാ ഹാദൽ മിസാൽ, ഈ ഉദാഹരണത്തിലേക്ക് നിങ്ങൾ നോക്കി. ലനഖുദു മിൻഹു ഇബ്റ, ഇതിൽ നമുക്ക് പാഠമുണ്ട്. കൈഫ കാന തസ്ദീഖു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ എങ്ങനെയാണ് ഹദീസിനെ തസ്ദീഖ് ചെയ്തത്. മാദഹബു യുഹരിഫൂൻ, അവർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തില്ല. ഔ യുഅവ്വലൂൻ, അവർ അതിനെ വ്യാഖ്യാനിക്കാൻ പോയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അവർ ചില ആൾക്കാരെന്ത് പറയാറുണ്ട്, നമുക്ക് പ്രയാസമാണെങ്കിൽ ദിവസം കുറെ നിങ്ങളുണ്ട് തോന്നും, നല്ല സന്തോഷമാണെങ്കിൽ ദിവസം പെട്ടെന്ന് പോയി തോന്നും. അങ്ങനെയൊക്കെ അത് ആലങ്കാരികമാണ് ഈ പറഞ്ഞത്. എന്ത് ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ദിവസം ഒരു വർഷം പോലെ എന്ന് പറഞ്ഞത് അത് ആലങ്കാരികമാണ് എന്നുള്ളതൊക്കെ. എന്നിട്ട് ഇബ്നു സീം പറയുന്നുണ്ട്, മാ ഖാലു ഹാക്കദാ കമാ യഖൂലു ബഅദുൽ മുത്തഹദിലിക്കീൻ, ചില പുരോഗമനവാദികൾ പറയുന്നത് പോലെയൊന്നും റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ പറഞ്ഞില്ല. എന്നിട്ട് അവർ മനസ്സിലാക്കി എന്ത്, ഒരു ദിവസം 24 മണിക്കൂർ അത് തീരുമാനിച്ചതാ, നാസ തീരുമാനിച്ചതാ ഒരു ദിവസം 24 മണിക്കൂർ എന്നുള്ളത്, ISRO തീരുമാനിച്ചതാ. അത് തീരുമാനിച്ച അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസത്തെ 365 ദിവസമാക്കാനും പണി വന്നല്ല. അത് തീരുമാനിച്ചതാരാ? 24 മണിക്കൂർ എന്നുള്ളത് അമേരിക്ക. അത് തീരുമാനിച്ച അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസത്തെ ഒരു വർഷമാക്കാൻ എന്താ പണി? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്രേ ഉള്ളൂ സാഹത്ത് വിശ്വസിച്ചത്. എന്റെ ഇബ്നു സീം ഇനി വിശദീകരിക്കുന്നുണ്ട്, വഹഖദ ഹഖീഖത്തുൽ മുഅ്മിൻ, ഒരു ഒറിജിനൽ മുഅ്മിൻ ഇതാണ്. യുൻഖാദു ലിമാ അഖ്ബറ അല്ലാഹു ബിഹി വറസൂൽ, അല്ലാഹുവും റസൂലും പറഞ്ഞാൽ എന്താണ് അതിന് കീഴ്പ്പെടും. മിൻ ഉമൂരിൽ ഗൈബി, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾക്ക്, വൈൻ ഹാറ ഫിഹാ ഖലു, അവന്റെ ബുദ്ധിക്ക് അത് തിരിഞ്ഞിട്ടില്ലെങ്കിലും. കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദർസ് നിങ്ങൾക്ക് കേൾക്കാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഈ ഒരു ഹദീസ് എന്താണ് നമുക്കുള്ള പാഠമാണ്. കാരണം നമുക്ക് ഒരു സയൻസ് വെച്ചിട്ട് വിശദീകരിക്കാൻ പറ്റൂല. പക്ഷെ അഹ്ലുസ് സുന്നത്തിന്റെ ഒരു പണ്ഡിതന്മാർ ഈ ഹദീസിനെ നിഷേധിച്ചിട്ടില്ല. അവർ പറഞ്ഞാൽ എന്താ, ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാൾ വരും, വരുന്ന ചെയ്യും. എല്ലാ പ്രവാചകന്മാരും താക്കീത് ചെയ്തിട്ടുള്ള ഒരാളാണ് ദജ്ജാൽ. അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് സമീന വാത്താകന, ഹദീസ് സ്വഹിയാണ്, ആമന്ന വസല്ലംന. ഇതാണ് ഏത് വിഷയത്തിലും എന്ത് അഹ്ലുസ് സുന്നത്തിന്റെ നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വന്നിട്ടുള്ളത് ചില സംശയങ്ങളാണ്. ആ സംശയങ്ങൾ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകൾ വിശദീകരിക്കാം. അതായത് ചില പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിനോട് യോജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ, ബുദ്ധിക്കെതിരാകാൻ പാടില്ല. ഈ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ കാര്യമായിട്ട് പറയുന്ന ഒരു ഇതാണ്. ഇപ്പോൾ കണ്ണേറിന്റെ ഹദീസാണെങ്കിലും സിഹറിന്റെ ഹദീസാണെങ്കിലും കാര്യമായിട്ട് പറയുന്നത് എന്താണ്, ബുദ്ധിക്കെതിരാകാൻ പാടില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? അഹ്ലുസ് സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിയാണ്, അവര് പറഞ്ഞിട്ടുണ്ട്. ആ ബുദ്ധി എന്നുള്ളത് ഏത് ബുദ്ധിയാണ്, ഏത് ബുദ്ധിക്കെതിരാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ